ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ വെച്ചാൽ നമ്മൾ തലേദിവസം ഞങ്ങളൊരു പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് രാവിലെ ജോലിക്ക് പോണത് വരെയുള്ള ഒരു സമയത്തിൻ്റെ ഒരു വ്യൂ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ പോകുക പറഞ്ഞാൽ നേരത്തെ നീക്കും, പൊതുവേ 4 മണി 5 മണീൻ്റെ ഉള്ളിൽ നീക്കുന്ന ഒരാളാട്ടോ ഡെയിലി ഞാനും. എനിക്ക് വെള്ളിയാഴ്ച മാത്രമേ പിന്നെ ഒരു 8 മണിയെങ്കിലും ഉറങ്ങുള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ 4 മണിക്ക് എന്നും നീക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഇന്ന് എന്നല്ല, ഒരുപാട് കാലം തൊട്ട്, നിച്ചമറ്റ കാലം തൊട്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ കുറച്ച് നേരത്തെ നീക്കാറുണ്ട്. ഒരുപാട് നേരമൊന്നും കിടന്നുറങ്ങുന്ന ഒരു ശീലം എനിക്കുള്ളത് ആളില്ല കേട്ടോ. അങ്ങനെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യമോനൊക്കെ ഒന്ന് നീപ്പിച്ചു. ആദ്യമോൻ അങ്ങനെ ഉറങ്ങാനാണ്, നീച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഉറക്കം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉറങ്ങി നീച്ച് ഞാൻ നേരെ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ കിച്ചണിൽ അമ്മയും പണിയിലാണ്, വൈഫും പണിയിലാട്ടോ. വൈഫ് നല്ല വർക്ക് തന്നെയാണ് അവിടെ, രണ്ടാളും നല്ല വർക്ക് തന്നെയാണ്. കാരണം ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നേരെ ഏതാണ്ട് ഒരു 5 മണിയൊക്കെ തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നും വൈകിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ രാവിലെ പിന്നെ ചായക്ക് ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതേമാതിരി നമ്മളെ ചായക്ക് കഴിക്കാനുള്ള അപ്പവും ഏതൊക്കെ റെഡി ചെയ്തു. ഇന്നിപ്പോൾ നമുക്ക് പുളിദോശ ചെയ്യുന്നുണ്ട്. പുളിദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെന്നപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടുള്ള നല്ല പുളിദോശ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ പോരാത്തിന് അവിടെ നമ്മുടെ ചെമ്മീൻ, ഇന്നിപ്പോൾ ചെമ്മീൻ്റെ താനൊരു ഭാഗത്തൊക്കെ ചെമ്മീൻ, വത്തൽ, അങ്ങനത്തെ മീനുകളൊക്കെ ഒരുപാടായിട്ട് സുലഭമായിട്ട് കിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. വലിയ റേറ്റൊന്നോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വത്തലൊക്കെ കിലോയ്ക്ക് എത്ര, 2 കിലോന് 100, അതേമാതിരി ചെമ്മീൻ കിലോ 100, അങ്ങനെയൊക്കെ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഒരു ചാകര ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ എപ്പോഴും മുളകരച്ച കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കേട്ടോ കൂടുതലും, അല്ലാതെ തേങ്ങ അരച്ച് കാണ്ടൊക്കെ ഉണ്ട്. തേങ്ങ അരക്കലും ഉണ്ട്, ഇല്ല. പിന്നെ നമുക്ക് വീട്ടിലുള്ളത് ഒരു ഗ്യാസുണ്ട്, വിറകടുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ പാചകം എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ പിന്നെ പൊതുവേ വിറകടുപ്പ് തന്നെ ഉപയോഗിക്കൽ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ചെമ്മീനും പിന്നെ അയിലക്കറിയും കറി വെക്കാച്ചിട്ടും ചെമ്മീൻ റോസ്റ്റ് ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് ഇന്നത്തെ പരിപാടി. കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അടുപ്പ് കത്തിക്കുക എന്നുള്ളത് പഴയ കാലത്ത് തന്നെയുള്ള ഒരു ചടങ്ങല്ല. അത് വലിയൊരു ഭാരം പിടിച്ച പണിയാണ് അടുപ്പ് കത്തിക്കൽ. കാരണം എത്ര കത്തിച്ചാലും കത്താത്തൊരു സിസ്റ്റമാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഈ തണുത്ത് വിറച്ച് കിടക്കുന്ന ഒരു അടുപ്പ് എന്ന് പറഞ്ഞാൽ അതുമേക്ക് തീ ഇങ്ങോട്ട് ഏറ്റുപിടിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഗ്യാസുമെന്നൊക്കെ ഒന്ന് കത്തിച്ച് എന്നിട്ടൊക്കെ തന്നെ ഒന്ന് കത്തിച്ച് അങ്ങനെയൊക്കെ തന്നെ ഇതിങ്ങനെ കത്തി പിടിച്ച് കിട്ടാൻ വലിയ പാടാണ്. നമ്മളെ പഴയ മോഡൽ അടുപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ആലുവ അടുപ്പ് തന്നെ കേട്ടോ. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും കത്തി പിടിച്ചിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ അകത്തും അല്ലാതെ പുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ആ പൈപ്പ് അടഞ്ഞാൽ മാത്രമേ പിന്നെ പുക കൂടുതലായിട്ടും കൊണ്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കലും മൺചട്ടി ഇട്ടാട്ടെ കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ വലിയൊരു രസമാണ്. നല്ല ഒരു പഴമയുടെ ശൈലിയിൽ തന്നെയാണ് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കൽ കേട്ടോ, മൺചട്ടിയിൽ. പിന്നെ ഇന്നിപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലാതെ ഇപ്പോൾ മറ്റുള്ള പാത്രമൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കേസാണ്. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെയാണ് 99% ഉപയോഗിക്കുന്നത് കേട്ടോ എല്ലാ വീടുകളിലും. മറ്റുള്ള പാത്രമൊക്കെ കുറവേനാണ് യൂസിങ്. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ഉപ്പേരിക്ക് ചെരങ്ങപ്പേരി കേട്ടോ. ഞാൻ നീച്ച് നോക്കുമ്പോൾ തന്നെ ചെരങ്ങപ്പേരിയാണ് കാണുന്നത്. അങ്ങനെ ചെരങ്ങപ്പേരി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ വല്ലാതെ കഴിക്കലൊന്നുമില്ല. കാരണം എപ്പോഴും നമുക്കത് ഈ പൊരിച്ചതും കരിച്ചതും ഇതൊന്നും വല്ലാതാണ്ട് ഇങ്ങോട്ട് ദഹിക്കലില്ല. കാരണം അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും കഴിക്കൽ ഒരടുപ്പം മേലെ എനിക്ക് കൊണ്ടുപോകാനുള്ള തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുപോകുക എന്നുള്ള ലെവലിൽ അതും വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നാരിയൊക്കെ ദാസമീനൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ കൊണ്ടുപോകാന്നുള്ളത്. അങ്ങനെ ഞാനെന്ത് ചെയ്തു, നീച്ച് ഒക്കെ കഴിഞ്ഞ് ഞാനെന്ത് ചെയ്തു, കോൾഗേറ്റ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഞാൻ നോക്കുമ്പോൾ കോൾഗേറ്റാണുള്ളൂ, ഗ്ലോസപ്പിൻ്റെ കോൾഗേറ്റ് ഉണ്ടാവലുണ്ട്. പക്ഷേ അതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കോൾഗേറ്റ് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യലുണ്ടോ? ബ്രഷുമ്പോൾ തന്നെ നമ്മളെ ടങ് ക്ലീനർ ജോയിൻ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യലുണ്ടോ? കാരണം ഞാനെപ്പോഴും അങ്ങനെ ചെയ്യല്. കാരണം ഞാൻ അത് ഇൻ്റെ തേച്ചിട്ട് എനിക്ക് തിരഞ്ഞ് നടക്കൊന്നും വേണ്ട. എൻ്റെ ബ്രഷുമ്പോൾ തന്നെ അതിൻ്റെ ടങ് ക്ലീനർ നമ്മളൊരു ഇതാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നല്ലതാണ്. നമുക്ക് തന്നെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി നേരെ ഇനിയിപ്പോൾ സമയം അതിനകത്തൊന്നുമില്ലല്ലോ, നമുക്ക് പോകാൻ വളരെ കുറച്ച് നേരമല്ലേ ഉള്ളൂ. കാരണം ഇവിടുന്ന് പോയി ഇപ്പോൾ ഒന്നാമത് മലപ്പുറം മഞ്ചേരി പല ഭാഗത്തുനിന്നാണ് ഇപ്പോൾ കല്ല് കിട്ടേണ്ടത്, ഓരോരുത്തരൊന്നും കേട്ടോ. പിന്നെ എന്താണ്, രാവിലെ എനിക്ക് ഓവർ ചൂടുള്ള ചായ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നീച്ചപാട് തന്നെ അവർ നേരെ ചായയൊക്കെ റെഡിയാക്കി തന്ന്, ചൂടൊക്കെ കുറച്ചിട്ടുള്ളൊരു ചായ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ നമ്മൾ അയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അയിലക്കറിയും പുളിദോശയാണ്. വലിയ കോമ്പിനേഷനൊന്നുമില്ല. സാധാ ദോശയാണെങ്കിൽ നമുക്ക് പുളിയാണ്. പക്ഷേ ഈ പുളിദോശ എനിക്ക് എപ്പോഴാണെങ്കിലും വീട്ടിലുണ്ടാക്കിയാലും ഞാൻ ചോദിക്കും പുളി കൂടുതലുണ്ടോ, അല്ലെങ്കിൽ ഇന്നലെ തലേദിവസം ഉപ്പിട്ടതാണോ, അല്ലെങ്കിൽ അന്ന് ഉപ്പിട്ടതാണോ എന്നൊക്കെ ഞാൻ ചോദിക്കലുണ്ട് കേട്ടോ. കാരണം എനിക്കത് പുളി കൂടി കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. എനിക്കത് വലിയ ഇഷ്ടമല്ല. പുളി നോർമലാണെങ്കിൽ ഓക്കെ ഞാൻ കഴിക്കും. പിന്നെ പുളിയുള്ള മീൻ കറിക്ക് വലിയൊരു രസം കിട്ടൂല കേട്ടോ. മീൻ കറിയിലേക്ക് എപ്പോഴും ആവശ്യം എന്താ വെച്ചാൽ നല്ല സാധാ ദോശ ഉണ്ടല്ലോ, സാധാ ദോശ ആകുമ്പോൾ ഒന്നും കൂടിയൊക്കെ ഒരു ബെറ്ററാണ് നമുക്ക് കഴിക്കാനും എല്ലാം കൊണ്ടൊക്കെ ഒരു രസമായിട്ട്. ഇതിപ്പോൾ നമ്മളെ
മീൻ കറിയിലേക്കുള്ള വറവാണ് ഇഷ്ടപ്പെടേണ്ടത്. വറവിടാനുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കേസാണ്, അങ്ങനെയൊന്നുമല്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ മീൻ കറിക്കുള്ള വറവിടൽ കഴിഞ്ഞു, അയിലക്കറി റെഡി ആയിട്ട് സെറ്റായി. അപ്പോൾ ഇനി അയിലക്കറിയും നമുക്കുള്ള ദോശയാണ് ഇനി നമ്മൾ അടുത്ത ടാർഗറ്റ് ഇട്ടത്. നമ്മൾ മീൻകറിയും കൂട്ടി ചായ കുടിക്കാനുള്ള പരിപാടികളൊക്കെ ആയി തുടങ്ങിയിട്ട് അങ്ങനെ വറവിട്ട് കഴിഞ്ഞ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് നേരെ ചട്ടിക്കാൻ എടുത്തിട്ടുണ്ട്. ശേഷം ഇനി നമുക്ക് ആ വറവിട്ട ചട്ടിയിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളെ ചെരങ്ങപ്പേരി വറ്റിക്കാനുള്ള പരിപാടിയായിട്ട് നമ്മൾ വാട്ടുക എന്ന് പറയും. ഇവിടെ എന്താ വെച്ചുള്ളൂ ചെരങ്ങപ്പേരി വാട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അതിന് വേണ്ടി ഒരു സ്പൂൺ കടുകിട്ടതിന് ശേഷം നമ്മൾ ചെരങ്ങപ്പേരിയാണ് ഇനി അയക്കിട്ടാൾ ചെരങ്ങ ഇട്ടിടാൾ. ചെരങ്ങ നമ്മൾ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചെരങ്ങ ഇടാൾ. ചെരങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇട്ടതിന് ശേഷം കുറച്ചൊരു ഉപ്പിട്ട് കണ്ട് വേണം പിന്നെ ഒന്ന് മൂടി വയ്ക്കാൻ കേട്ടോ. പച്ചമുളകൊക്കെ ഒന്ന് കീറിയിട്ടിന് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ചെരങ്ങപ്പേരി റെഡി ഇട്ടാണ്. ചെരങ്ങപ്പേരിക്ക് കൂടുതലായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പച്ചമുളക് ഒന്ന് കീറിയിടും, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കടുക്, ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് വേറെ പൊടി ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും ഇടില്ല കേട്ടോ. കൂടുതലൊന്നുമില്ല, നോർമൽ ലെവലിലുള്ള പരിപാടിയാണ് കേട്ടോ നമ്മളെ ഈ ചെരങ്ങപ്പേരി എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാം പറ്റുന്ന ഒരു വിഭവം ഒന്നുമല്ല ഇപ്പോൾ ഈ ചെരങ്ങപ്പേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെരങ്ങ നോൽമ്പിൻ്റെ സമയത്തൊക്കെ വലിയൊരു സെറ്റപ്പായിട്ടൊക്കെ ഇങ്ങനെ കഴിക്കണ കാണാം. നമ്മളെ കൂട്ടുകാരൊക്കെ പറയണതൊക്കെ നോൽമ്പിൻ്റെ സമയത്ത് ഇത് വലിയ ഇതാണ് രാവിലെ ഭക്ഷണത്തേക്കൊക്കെ തന്നെയാണ് കൂടുതലും ഉണ്ടാവില്ല പറഞ്ഞ കേട്ടോ. അങ്ങനെ എനിക്കുള്ള ദോശയും മീൻ കറി റെഡി ആയിട്ടാണ്. ദോശ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കേട്ടോ. ദോശ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് പുളിയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്, പക്ഷെ നോക്കുമ്പോൾ എന്തായാലും ചെറിയൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പുളി ഇങ്ങനെ പറ്റാത്തൊരു പ്രശ്നം പൊതുവേ ഉണ്ടാകലുണ്ട്. അങ്ങനെ ദോശ നമ്മൾ നല്ല സോഫ്റ്റ് ദോശ കേട്ടോ, തലേദിവസം അങ്ങനെ സെറ്റാക്കി വെച്ചതുകൊണ്ട് ഇതായതുകൊണ്ട് പൊതുവേ ദോശ നമ്മളെ വീട്ടിൽ എപ്പോൾ ചുട്ടാലും ദോശ നല്ല കിടുക്കാച്ചി ദോശ കിട്ടും. കാരണം എന്താ വെച്ചാൽ അതേമാതിരി തന്നെയാണ് നമ്മൾ വീട്ടിൽ നമ്മളെ വെള്ളപ്പം ചുട്ട് കഴിഞ്ഞാലും പാലപ്പം ചുട്ട് കഴിഞ്ഞാലും എല്ലാം ഭയങ്കര രസമാവും. കാരണം ഒക്കെ സ്പോഞ്ചി പോലെ ഉണ്ടാവും. അത് തലേദിവസം ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഭയങ്കര രസമാണ്. പിന്നെ എനിക്കിപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കപ്പിൽ ചായ കുടിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് കുറഞ്ഞിപ്പോൾ 1/2 ലിറ്റർ പോയിട്ട് ഇപ്പോൾ 250 പോയിട്ട് 150 ml ചായ പോലും തികയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഓള് പറയും ചായ കുടിച്ചാൽ കറക്കുന്നതാണ്. ഞാൻ എത്ര ചായ കുടിച്ചാലും കറക്കുന്നില്ല. പക്ഷെ എൻ്റെ പണി വെയിലുണ്ട്, പണിയെടുക്കണതായതുകൊണ്ട് ഞാൻ എന്തായാലും കറക്കുന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞ കേസാണ്. അല്ലാതെ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ട് മാത്രം ഞാൻ കറക്കുന്നില്ല കേട്ടോ. സാധാരണ ദോശയ്ക്ക് ചട്നിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പുളിദോശയ്ക്ക് കൂട്ടാൻ ഭയങ്കര രസമായിട്ട്. ചട്നിയും സമ്മന്തിയൊക്കെ അല്ലേ ഒരു രസം. ഇതിപ്പോൾ രാവിലെ തന്നെ മീൻകറിയൊക്കെ കൂട്ടി വരുമ്പോൾ മീൻകറി വല്ലാതെ ഒന്നൊരു ടേസ്റ്റില്ല കേട്ടോ. അതിക്ക് ആ ചട്നി സമ്മന്തി തന്നെ ഈ പുളി ഉണ്ടായതുകൊണ്ട് അത് നടക്കുള്ളൂ കേട്ടോ. മറ്റുള്ള നമ്മളെ ഈ മീൻകറി കൂട്ടിയിട്ടൊന്നും ഒരു ടേസ്റ്റും കിട്ടണില്ല കേട്ടോ എനിക്ക്. അങ്ങനെ ദോശയൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി. ഏതാണ്ടൊക്കെ കഴിഞ്ഞു, നമ്മളെ ദോശ ചായയുടെയൊക്കെ കഴിഞ്ഞു, ഏതാണ്ടൊക്കെ പരിപാടി ഫിനിഷിങ് പോയിന്റിലെത്തി. ഇനി എനിക്ക് നേരെ സമയം അതിനകത്തൊന്നും ഇല്ല കേട്ടോ. കാരണം എനിക്കൊരു നേരം ആകുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് പോയി ലോഡിങ്ങുകാരനെ എടുത്ത് അവൻ്റെ റൂമിൽ പോയി ആദ്യം ഒന്ന് അവനെ നീപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പൊതുവേ നമ്മളെ റൂമിൽ ചെന്നിട്ട് അവരെ വിളിക്കണമെങ്കിൽ വലിയ പാടാണ്. ഇവരെങ്ങാനും ഫോൺ രാത്രി എന്തെങ്കിലും കളിച്ച് കണ്ട് ഒരു സൈലൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യലാണ് കഴിഞ്ഞുള്ള പരിപാടി. ചെമ്മീൻ റോസ്റ്റ് നമ്മൾ അനിയൻ കൊണ്ടുവന്നാട്ടോ, സനു കൊണ്ടുവന്നതിൻ്റെ ഷെയ്ഡിനെ കൊണ്ടുവന്നറിയില്ല, വലിയ ചെമ്മീനായിരുന്നു, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെമ്മീനായിരുന്നു കേട്ടോ. ചെമ്മീൻ പിന്നെ പണ്ട് തൊട്ട് നിങ്ങൾക്ക് അറിയേണ്ട കേസല്ലേ. 2 കിലോ ഉണ്ടെങ്കിലും അത് നന്നാക്കി വരുമ്പോൾ 1 കിലോ തന്നെ ഉണ്ടാവുള്ളൂ, പകുതി തന്നെ ആവുള്ളൂ. അത്രയ്ക്ക് പകുതി അങ്ങനെ ഒരു സാധനമാണ് എടുക്കുക. റോസ്റ്റ് ചെയ്യാൻ നല്ല സൂപ്പർ, നല്ല വൃത്തി തന്നെ നല്ല ഉഷാറൊക്കെ ആയിട്ട് മസാലയൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് തന്നെ വലിയ റോസ്റ്റൊക്കെ ചെയ്ത് തരും കേട്ടോ. ഞാൻ എൻ്റെ സമയമൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയി ഞാൻ എന്ത് ചെയ്ത് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ കാക്കി ഞാൻ ഉദ്ദേശിച്ച ഷർട്ട് അതല്ലായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ഷർട്ട് തേച്ച് അവളോട് ഞാൻ ചോദിച്ചു എൻ്റെ പഴയ ഷർട്ട് അവിടെ, അതെനിക്ക് മതി, എനിക്ക് ആ ഷർട്ട് വേണ്ട. അതിനാണ് ഞാൻ ആ ഷർട്ട് കൊടുത്ത് കാണിച്ചാൽ എൻ്റെ പഴയ ഷർട്ട് തന്നെ എടുത്തിട്ട്, അതൊരു പുതിയ ഷർട്ടാണ്, അത് ഒഴിവാക്കിയാണ് ഞാൻ പഴയ ഷർട്ട് തന്നെ എടുത്തിട്ട് കണ്ടാണ് ഞാൻ ഇനി പോകണം കേട്ടോ. കാരണം നമുക്ക് ഏതൊരു കംഫർട്ടായിട്ട് നമ്മൾ ഏത് ഡ്രസ്സ് എന്തിട്ടാലും നമ്മളെ ജോലിക്ക് നമ്മൾ എപ്പോഴും കാക്കിയല്ലാതെ വേറൊരു ഡ്രസ്സ് ഞാൻ ഇടലില്ല കേട്ടോ. കാരണം നമുക്ക് ഏതെങ്കിലും ഉള്ള ഡ്രസ്സ് പുതിയതാണെങ്കിൽ അത് നമുക്ക് എല്ലാ കാലങ്ങളും ഉപയോഗിക്കാമല്ലോ. എങ്ങോട്ട് കേടുള്ള നമുക്ക് ഉപയോഗിക്കാം. കാക്കിയാകുമ്പോൾ രണ്ട് കാക്കി വേണ്ടൊക്കെ ഒന്ന് മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാക്കിൻ്റെ യൂസിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്കൊരു ഷർട്ട് സെപ്പറേറ്റ് വേണ്ട, നമ്മൾ നല്ല ഉള്ള ഷർട്ട് കേടുവരില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നല്ല ഈ കാക്കി കൊണ്ട് നമുക്ക്. പിന്നെ സമയങ്ങളിൽ പോലീസൊക്കെ കയ്യാട്ടാതെ വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഡ്യൂട്ടിയിൽ പക്ക ആയതുകൊണ്ട് അങ്ങനെയൊക്കെ കയ്യാട്ടാതൊക്കെ വിട്ടിട്ട് ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലിപ്പോൾ ഇനി ചോറിൻ്റെ പരിപാടിക്കും വേണ്ടിയിട്ട് അരി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരി നോക്കുമ്പോൾ ഒരു പാത്രം അപ്പുറത്തുണ്ട് ഇതിപ്പുറത്തുണ്ട്, പിന്നെ എല്ലാ അരിയും കൂടി നോക്കുമ്പോൾ കുറച്ചിട്ടാൽ മതി. ആകെ 1.5 നാഴി അരിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ നമുക്ക് ആകെ വീട്ടിൽ. ആ 1.5 നാഴി അരി ആ പാത്രത്തിലുണ്ട്. ഇനി അവിടെ വേറെ അപ്പുറത്തൊരു ചാക്കുണ്ട് കേട്ടോ, അതിൽ കുറച്ചുകൊണ്ട് കൂടുതലായിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ അതിന്
ഒന്നരാടം നമ്മൾ കൊണ്ടുവരും. ഇത് തീരുമ്പോഴേക്കും ഇന്ന് ഒന്നും കൂടി ആയിട്ട് പാവ് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഫുള്ളാവും അതിങ്ങനെ. പിന്നെയെന്ന് പറഞ്ഞാൽ ചോറിന് അതിൻ്റെ കൂടുതലായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ഞാനും പോവും, അനിയനും പോവും, അച്ഛനും പോവും, അമ്മയും പോവും, വൈഫും പോവും. ഇവരെല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്ക് ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഭക്ഷണത്തിന് വെച്ചിട്ട് ഞാൻ വല്ലാതെ അറിയില്ല. രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ അച്ഛനും ഉണ്ടാവും. അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നുകൊണ്ട് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് കുറച്ചൊരു ചെറിയൊരു ഉറക്കുണ്ട്. അതാണ് ചിലപ്പോൾ അനിയനാണെന്നുണ്ടെങ്കിൽ അനിയന് കല്ല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ വണ്ടി ഇവിടെ ഉണ്ടാവും. അതൊരു വലിയ വണ്ടിയായത് കാരണം ആയിട്ടും കൊണ്ടുപോകാൻ പറ്റാത്തൊരു വണ്ടിയാണ് കേട്ടോ അത്, അനിയൻ്റേത്. അല്ല ചെറുവണ്ടിയൊന്നുമല്ല, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മളെ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും സെറ്റായി. അമ്മയും രണ്ടാളും അടിച്ചേരുത്താൻ മൊത്തത്തിൽ വൃത്തിയാക്കലാട്ടോ, മുറ്റടിച്ചേരൽ, വൃത്തിയാക്കൽ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാട്ടോ. ആ ഗ്യാപ്പിൽ തന്നെ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തകർത്താടുന്നു. കാരണം അത്രയ്ക്ക് സെറ്റപ്പായിട്ട് ഇതങ്ങനെ നീരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പോണത് കാരണം ഞാൻ അതുകൊണ്ട് കഴിക്കാൻ നിന്നില്ല. ഇനി വന്നിട്ട് കഴിക്കാൻ വെച്ചിട്ട് ഞാൻ നിന്നത്. കാരണം എനിക്ക് പോകാനുള്ള സമയം ഒരുപാട് അതിക്രമിച്ചിങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി പോവില്ലാതെ കാര്യമില്ല. അങ്ങനെ വൈഫ് ഇതാ മുറ്റവും കാര്യങ്ങളൊക്കെ ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ എനിക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി മതി, ഇനി വാ നമുക്ക് പോകണം, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അമ്മ അപ്പുറത്ത് അവിടെ ഉണ്ട്, അമ്മയും മുറ്റടിച്ച് തരുന്നുണ്ട്, വൈഫ് ആകെ അടിച്ച് തരുന്നുണ്ട്. അങ്ങനെ രണ്ടാളും ഒരു കമ്മിയില്ല കേട്ടോ. അങ്ങനെ സെറ്റപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ റൂമും ആകുമ്പോഴൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഞാനെന്തായാലും എന്നും യാത്രയാകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കുട്ടീനെ ഒന്ന് കണ്ട് ഓനൊക്കെ ഒരു ഉമ്മയ്ക്ക് കൊടുത്തൊക്കെ കഴിഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തതിൻ്റെ ശേഷം ഞാൻ വരുള്ളൂ കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നീച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നീപ്പിക്കലൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഓനെ നീപ്പിച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ പണി അവിടെ ഉള്ളതും കൂടി ഇല്ലാത്ത കോലത്തിൽ അവൻ ആക്കൂട്ടാ. ഒന്നും എടുക്കാൻ അയക്കാത്ത കോലത്തിൽ അവൻ ആക്കി കൊടുക്കും എന്തായാലും. അപ്പോൾ ഞാൻ ഇന്നലെ എന്താ വെച്ചാൽ വണ്ടി ലോഡാക്കി വെച്ച വണ്ടിയായിരുന്നില്ല. വണ്ടി കല്ല് കിട്ടിയതിന് ശേഷം റോട്ടുമ്പോൾ നിർത്തി, നമ്മളവിടെ ഒരു പറമ്പുണ്ട്, അവിടെ നിർത്തി വെച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. കാരണം നമുക്കത് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരലൊരു പോസിബിളല്ല, കാര്യമില്ല. പിന്നെ വീട്ടിൽ കൊണ്ട് ഇറങ്ങാൻ ഒരു ചെറിയൊരു പാടാണ്, ലോഡിലും കൂടിയാണ് കയറാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ. നമ്മൾ മറ്റുള്ള കാലുവണ്ടിയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ലോഡ് വണ്ടി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിചാരിച്ച മാതിരി കയ്യിൽ ഒതുങ്ങാത്തൊരു വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ രാവിലെ ഞാൻ പോകുന്നത് വരെയുള്ള വീഡിയോ. ഓക്കെ.